ഹനുമാൻ തന്നെ സീതയെ കണ്ടെത്തുമെന്ന് ശ്രീരാമൻ അറിവുണ്ടായിരുന്നു. 4 ദിക്കിലേക്കും സുഗ്രീവൻ അയച്ച ലക്ഷോപലക്ഷം കവിവരന്മാരിൽ വെച്ച് ഹനുമാന്റെ കയ്യിൽ മാത്രമാണ് ശ്രീരാമൻ മുദ്രമോതിരം കൊടുത്തുവിടുന്നത്. ഭൂമിയിലോ ആകാശത്തിലോ വായുമാർഗത്തിലോ ജലത്തിലോ വെച്ച് ഹനുമാന്റെ ഗതിക്കൊരു തടസ്സവും സംഭവിക്കില്ല. ലോകങ്ങളെപ്പറ്റി ധാരണയുള്ള ഹനുമാന്റെ പരാക്രമവും പ്രയാസം ചെയ്യാനുള്ള ശക്തിയും പിതാവായ വായുദേവന് തുല്യമാണ്. ശക്തിയും ബുദ്ധിയും പൗരുഷവും ദേശകാലങ്ങൾക്കനുസൃതമായ പ്രവൃത്തിയും സദ്വൃത്തിയും കുടികൊള്ളുന്ന ഹനുമാന്റെ പേരിൽ എല്ലാവിധ കാര്യസിദ്ധികളും ഉറച്ചിരിക്കുന്നു. കാര്യം പൂർത്തിയാക്കുന്നവനാണ് ഹനുമാൻ. യാത്ര പുറപ്പെടാൻ നിന്ന സ്ഥിരോത്സാഹിയായ ഹനുമാനെ അടുത്തു വിളിച്ചാണ് ശ്രീരാമൻ തന്റെ തിരുനാമാങ്കിതമായ മോതിരം കയ്യിലേൽപ്പിക്കുന്നത്. ഈ അടയാളം കാണുമ്പോൾ സീതാദേവി ഹനുമാനെ ശ്രീരാമന്റെ അടുക്കൽ നിന്നും വന്നവനായി തന്നെ മനസ്സിലാക്കുമെന്ന് പറഞ്ഞ് മുദ്രമോതിരം ഏൽപ്പിക്കുമ്പോൾ ഹനുമാൻ അത് വാങ്ങി ശിരസിൽ ചേർത്ത് വണങ്ങിയിട്ടാണ് യാത്ര പുറപ്പെടുന്നത്. ഹനുമാന്റെ ബലത്തിലാണ് ശ്രീരാമന്റെ വിശ്വാസം ഉറച്ചിരുന്നത്. തളർച്ച കൂടാതെയുള്ള പരിശ്രമത്താൽ ജാനകി ദേവിയെ ആഞ്ജനേയൻ കണ്ടെത്തുമെന്ന് ശ്രീരാമൻ അനുഗ്രഹിക്കുന്നുമുണ്ട്.